Good morning, all. Good morning, ma'am. Good morning, ma'am. Last class നമ്മള് തോന്നുന്നു സിഗ്നിഫിക്കൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് വരെയാണോ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ കമ്പോണൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? വേജും സാലറിയും പറഞ്ഞു. വേജ് സാലറിയും പറഞ്ഞു. സാലറിയില് ടേക്ക് ഹോം സാലറി വരെയും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? ജസ്റ്റ് എത്ര വേജ് ഉണ്ട്, വേജ് എന്താണ്, അങ്ങനെ പറഞ്ഞോളൂ. അല്ലാതെ ഉള്ളത്തെ മീനിങ് നമുക്ക് റീഡ് ചെയ്തില്ലല്ലോ. ഇല്ല ഇല്ല, ജസ്റ്റ് മിനിമം വേജ് ഉണ്ട്, സാലറി വേജ് ഉണ്ട്, ലിവിംഗ് വേജ് ഉണ്ട്, അങ്ങനെ പറഞ്ഞോളൂ, തുടങ്ങിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് കോമ്പൻസേഷന്റെ കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ റിമ്യൂണറേഷൻ പേ ചെയ്യുന്നുണ്ടല്ലോ. അത് ഡിഫറെന്റ് ഫോംസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിന് പേ ചെയ്യുന്നത്. അപ്പൊ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Compensation is the reward or remuneration paid to the employee in return for the service rendered. അവർ നമുക്ക് റെൻഡർ ചെയ്യുന്ന സർവീസിന് നമ്മൾ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു റിവാർഡിനെ അല്ലെങ്കിൽ റെമ്യൂണറേഷനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കോമ്പൻസേഷൻ പാക്കേജ് ഇൻക്ലൂഡ് ബോത്ത് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി കമ്പോണൻസ്. സാധാരണയായിട്ട് നമ്മൾ മോണിറ്ററി കമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നോൺ മോണിറ്ററി കമ്പോണൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 കമ്പോണൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വേജസ് ഓർ സാലറി, നമുക്കറിയാം ഡെയിലി, അവർലി, വീക്കിലി കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേജസ് എന്ന് പറയുന്നത്. അത് മന്ത്ലി ആണെങ്കിലോ, ഒരു മാസം അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവലി നമുക്ക് കിട്ടുന്നതാണെങ്കിലോ നമ്മൾ സാലറി എന്നാണ് പറയുന്നത്. അപ്പൊ മന്ത്ലി നമുക്ക് ഇൻകം ഏൺ ചെയ്യാണ്, റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പേര് സാലറി എന്നും, ഡെയിലി ഒരു അവർലി ബേസിലാണെങ്കിൽ അത് വേജ് എന്നാണ് പറയുന്നത്. ഡിയർനെസ് ആൻഡ് അതർ അലവൻസ്, ഡിയർനെസ് അലവൻസ് ആൻഡ് അതർ അലവൻസ്, ഡി കൂടാതെ ഒരുപാട് അലവൻസുകൾ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇൻസെന്റീവ്സ് കൊടുക്കും, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം ഷെയർ ഇൻസെന്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്.
ഇത് കൂടാതെ എംപ്ലോയീസിന് എന്ത് കൊടുക്കാറുണ്ട്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അതേപോലെ തന്നെ പെർക്വിസിറ്റ്സ് എന്ന് പറയും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടീം വേജസ് ഓഫ് സാലറിയില് വേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേജസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവർലി ബേസില് അല്ലെങ്കിൽ ഡെയിലി ബേസിൽ അല്ലെങ്കിൽ വീക്ക്ലി ബേസിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ആ റെമ്യൂണറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേജസ് എന്ന് പറയുന്നത്. The term wages refers to the remuneration paid to the employee, paid to the workers appointed on hourly, daily, weekly base in return for the service rendered. അപ്പോ വേജസ് എന്ന് പറയുന്നത് നമ്മൾ അവർലി ബേസിൽ അല്ലെങ്കിൽ ഡെയിലി ബേസിൽ വീക്ക്ലി ബേസിൽ നമ്മുടെ വർക്കേഴ്സിന് അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് റിട്ടേൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെമ്യൂണറേഷനെയാണ് വേജസ് എന്ന് പറയുന്നത്. It varies according to physical and mental requirement of the job. ആ ജോബിന്റെ മെന്റൽ റിക്വയർമെന്റ്സും ഫിസിക്കൽ റിക്വയർമെന്റ്സും അനുസരിച്ച് മാറുന്നുണ്ട്. എന്നിരുന്നാലും വേജസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. വേജസ് മേ ബി മിനിമം വേജ്, ഫെയർ വേജ്, ലിവിംഗ് വേജ്. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ബേസിക് നീഡ്സ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ വേജ് വെച്ചിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഒരു മിനിമം വേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ചില സഫീഷ്യന്റ് എമൗണ്ട് നമ്മുടെ ബേസിക് നീഡ്സ്, ഫുഡ്, ഷെൽട്ടർ, ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, എമൗണ്ട് കിട്ടണുള്ളെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മിനിമം വേജ് എന്ന് പറയും. ഫെയർ വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം വേജിനേക്കാൾ കുറച്ച് ഒരു എന്താ പറയാ ഒത്തിരി കൂടുതലായിരിക്കും, എന്നാൽ ലിവിംഗ് വേജിനേക്കാൾ കുറവായിരിക്കും. എന്താണ് ലിവിംഗ് വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇപ്പം ഫെയർ വേജിനേക്കാളും കൂടുതൽ എമൗണ്ട് നമുക്ക് ഡേ ടു ഡേ കാര്യങ്ങൾ മീറ്റ് ചെയ്തതിനു ശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ സേവിങ്സിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അതാണ് ഫെയർ വേജ്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിനിമം വേജ് ആണ് കേട്ടോ. 1 മിനിറ്റ്. മിനിമം വേജ് പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദാറ്റ് വേജ് which is sufficient to meet the basic needs of the workers and his family. മിനിമം വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താണ്, നമ്മുടെ ബേസിക് നീഡ്സ്, വർക്കേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെയും ബേസിക് നീഡ്സ് മെറ്റ് ചെയ്യാനുള്ള സഫീഷ്യന്റ് എമൗണ്ട് ആണ് മിനിമം വേജ്. The minimum wage has to paid to the workers irrepresentative of their capacity of the industry to pay. ഇൻഡസ്ട്രിക്ക് ചിലപ്പോൾ നല്ല ഹൈ എമൗണ്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്നിരുന്നാലും അവർ എംപ്ലോയീസിന് എന്ത് കൊടുക്കുള്ളൂ? മിനിമം എമൗണ്ടേ കൊടുക്കുള്ളൂ. ഫെയർ എമൗണ്ടിനേക്കാളും മിനിമം ലോ എമൗണ്ട് ആയിരിക്കും കൊടുക്കുന്നത്. The Committee on Fair Wage has defined. ഫെയർ വേജ് കമ്മിറ്റി മിനിമം വേജിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. The wage must provide not only for sustain of the life but for the preservation of the efficiency of the workers. അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, നിലനിൽക്കാനായിട്ട് മാത്രമല്ല എംപ്ലോയീസിന്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം വേജ് കൊടുക്കാൻ പാടുള്ളൂ എന്നാ പറയുന്നത്. ഫോർ ദിസ് പർപ്പസ് മിനിമം വേജ് മസ്റ്റ് ബി പ്രൊവൈഡ് സം മെഷേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ റിക്വയർമെന്റ്സ് ആൻഡ് അമ്യൂണിറ്റീസ്. നമ്മൾ മിനിമം വേജ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പരിഗണനയിൽ എടുക്കാറുണ്ട്. എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, എഡ്യൂക്കേഷന്റെ കാര്യമാണ്. എഡ്യൂക്കേഷൻ. ദെൻ നമുക്ക് നോക്കേണ്ടത് മെഡിക്കൽ റിക്വയർമെന്റ്സ്, അവർക്ക് എന്താണ് ഫിസിക്കലിയൊക്കെ ഓക്കെ ആണോ, പിന്നെ അമ്യൂണിറ്റീസ് കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മിനിമം വേജ് എംപ്ലോയീസിന് ചാർജ് ചെയ്യുന്നത്. ഒരു തൊഴിലുടമയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് മിനിമം വേജ് എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. തൊഴിലാളികളുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ നമുക്ക് ഈ മിനിമം വേജ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്താ പറയണത്, ജീവന്റെ നിലനിൽപ്പിന് മാത്രമല്ല തൊഴിലാളികളുടെ കാര്യക്ഷമതയ്ക്കും നിലനിർത്തലിനും ഈ ഒരു വേജ് നല്ലതാണെന്നാണ് ഫെയർ വേജ് കമ്മിറ്റി ഓൺ ഫെയർ വേജ് പറയുന്നത്. എന്നിരുന്നാലും അവർക്ക് കിട്ടേണ്ട എമൗണ്ട് ചിലപ്പോൾ കമ്പനിക്ക് നല്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് നല്ല രീതിയിൽ പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതിനേക്കാൾ കുറവായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, മിനിമം വേജ് ആയിട്ട് എംപ്ലോയീസിന് കൊടുക്കുന്നത്. ഈ മിനിമം വേജിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കാം, വുമൻസിന്റെ കാര്യം എടുക്കാം. ഇപ്പോ ചെറിയൊരു ജോലിയാണെന്ന് വിചാരിക്കും, സാധാരണ ഡെയിലി വേജിലെ ജോബാണ് ഒരു സ്ത്രീ ചെയ്യുന്നത്. അതേ ജോബ് തന്നെയായിരിക്കും പുരുഷന്മാരും ചെയ്യുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും മിനിമം വേജ് ആണ് കൊടുക്കുന്നത്.
വേജ് എപ്പോഴും എന്ന് വെച്ചാൽ അവരെക്കാൾ കുറവായിരിക്കും കൊടുക്കുന്നത്. സാധാരണ ആ ഒരു ജോബ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മെൻ ചെയ്യുകയാണെങ്കിൽ 1000 രൂപ കിട്ടുകയാണെങ്കിൽ അതൊരു സ്ത്രീ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം, വുമൺ ആയതുകൊണ്ട് മാത്രം ചിലപ്പോൾ മിനിമം വേജ് 500 രൂപയായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? പുരുഷന്മാർക്ക് അവിടെ 1000 രൂപ കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് എത്ര കൊടുക്കുന്നുള്ളൂ? 500 രൂപ കൊടുക്കുന്നുള്ളൂ. അത് എന്ത് കൈൻഡ് ഓഫ് വേജ് ആണ്? മിനിമം വേജ് ആണ്. അതിപ്പോ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും അയ്യോ സാധാരണ ജോലിയുള്ള ആൾക്കാർക്കല്ലേ, വെച്ചാല് കൂലി അങ്ങനത്തെ ഡെയിലി വേജിലുള്ള ആൾക്കാർക്കല്ലേ ആ ഒരു സാലറിയുടെ പ്രശ്നമുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. സ്ത്രീകൾക്ക് നമ്മളിപ്പോ ഒരു റെമ്യൂണറേഷൻ പാക്കേജ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് അതേ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള പുരുഷന്മാർക്ക് കിട്ടുന്ന അത്രയും സാലറി സ്ത്രീകൾക്ക് ഇന്ന് കിട്ടുന്നില്ല. ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ എന്നുവെച്ചാൽ സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ കുറവായിരിക്കും എപ്പോഴും സ്ത്രീകൾക്ക് വേജ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെയും കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നുന്നത് ടീച്ചിങ് ഫീൽഡിലേക്കാണ്. ടീച്ചിങ് ഫീൽഡിൽ അധികം പുരുഷന്മാരില്ല, അതുകൊണ്ട് സ്ത്രീകൾക്ക് ആണ് കുറച്ചുകൂടി വേജ് കുഴപ്പമില്ല. ആ ഒരു മിനിമം വേജ് തന്നെയാണ് ഫിക്സ്ഡ് ആക്കുന്നത്. എന്നാലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് മിനിമം വേജ് എന്നുള്ളത്. സെയിം ജോബ് പുരുഷന്മാർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സാലറിനേക്കാൾ കുറവായിരിക്കും ആര് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്? സ്ത്രീകൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന സാലറി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെയർ വേജ് ആണ്. ഫെയർ വേജിനെ കുറിച്ച് കമ്മിറ്റി ഓൺ ഫെയർ വേജ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെയർ വേജ് എന്ന് പറഞ്ഞാൽ മിനിമം വേജിനും എബവ് ആണ്, എന്നാൽ ലിവിംഗ് വേജിനേക്കാൾ താഴെയാണ്. എന്നാൽ ഫെയർ വേജ് ഇസ് ദ വേജ് വിച്ച് ഈസ് എബവ് ദ മിനിമം വേജ്. മിനിമം വേജിനേക്കാൾ എബവ് ആണ്, ബട്ട് ബിലോ ദ ലിവിംഗ് വേജ്. ലിവിംഗ് വേജിനേക്കാൾ താഴെയാണ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ ദ മിനിമം വേജ് ആൻഡ് കപ്പാസിറ്റി ടു പേ ബൈ ദ ഇൻഡസ്ട്രി. ഇത് എന്താ ചെയ്യുന്നത്? ഇത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്രയാണ് മിനിമം വേജ്, കമ്പനിക്ക് എത്ര പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇത് രണ്ടും കൂടി ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും ഫെയർ വേജ് ഫിക്സ് ചെയ്യുന്നത്. ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫെയർ വേജ്, അവർക്ക് ഏറ്റവും കുറവ് എത്ര കൊടുക്കാൻ പറ്റാം എന്നുള്ളതാണ് മിനിമം വേജ്. അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെയർ വേജ് എന്ന് പറയുന്നത്. ദ അപ്പർ ലിമിറ്റ് ഈസ് ടു സെറ്റ് ബൈ ദ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ടു പേ. ആ ഇൻഡസ്ട്രിക്ക് എത്ര രൂപ പേ ചെയ്യാൻ പറ്റും, ഓരോ എംപ്ലോയീസിനും എത്ര രൂപ പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പർ ലിമിറ്റിൽ വരുന്നത്. ഫെയർ വേജ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ലൈക്ക്, നമ്മൾ ഫെയർ വേജ് എന്തെല്ലാം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ ആ ഒരു അവരെന്തോരം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The prevailing rate of the wage in same and neighboring locality. ഇതേ കമ്പനിയിൽ ഇതേ ജോബിന് എത്രയാണ് സെയിം ആയിട്ട് അവർ കൊടുക്കുന്ന സാലറി, നൈബറിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ചെയ്ത് എത്രയാണ്. ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നാഷണൽ ഇൻകം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ആര്? ലേബർ. അപ്പൊ ലാൻഡിന് എന്ത് കിട്ടും? ലാൻഡിനാണ് റെന്റ് കിട്ടുന്നത്, ലേബറിന് കൊടുക്കുന്നതാണ് വേജ്, അതേപോലെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. അപ്പൊ ഈ നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്തില് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? ഫെയർ വേജ് കമ്മിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി, നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ്, കൺട്രിയിലെ എക്കണോമി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലേസിലാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫെയർ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The level of national income and its distribution, the place of industry in the economy of the country. നമ്മുടെ ഇൻഡസ്ട്രിയുടെ പ്ലേസ് എവിടെയാണ്, നമ്മുടെ എക്കണോമിയിലെ ഇൻഡസ്ട്രിയുടെ പ്ലേസ് എവിടെയാണ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഫെയർ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. Thus, fair wage is determined on the basis of the capacity of the industry to pay and region in which industry is located. ഫെയർ വേജ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് കപ്പാസിറ്റി ആണ്. ഇൻഡസ്ട്രിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രയാണ്, അതേപോലെ തന്നെ എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ലോക്കൽ ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ വേജ് കുറവ് കൊടുത്താൽ മതി. റൂറൽ ഏരിയാസിൽ വേജ് കുറവാണ്. പക്ഷെ നമ്മൾ അർബൻ ഏരിയ, സിറ്റിയിലേക്കൊക്കെ ചെല്ലുമ്പോൾ വേജ് കുറച്ചുകൂടി കൂടുതലാണ്. അപ്പൊ മേ ബി അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും അർബൻ ഏരിയാസിൽ എന്ത്
വേജ് കൂടുതൽ വരുന്നത്. അപ്പൊ ഫെയർ വേജ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ കമ്പനിയുടെ കപ്പാസിറ്റി എത്രയാണ് പേ ചെയ്യാനുള്ളത്, ഏത് റീജിയനിലാണ് കമ്പനി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം മേ ബി അർബൻ ഏരിയയിലുള്ള ഒരു കമ്പനി പേ ചെയ്യുന്ന ചിലപ്പോൾ 1200 ആയിരിക്കും ഡെയിലി വേജ്, ഫെയർ വേജ് ആയിട്ട് പേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലോക്കൽ അല്ലെങ്കിൽ റീജിയൻ റൂറൽ ഏരിയസിലേക്ക് വരുമ്പോൾ മേ ബി 750 800 ഒക്കെ ആയിരിക്കും അവരുടെ ഡെയിലി വേജ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി എന്താണ് ആ ഒരു റീജിയൻ, ആ ലൊക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് എന്താണ് വേജ്, എന്താണ് മിനിമം വേജ്, എന്താണ് ഫെയർ വേജ് എന്നാണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ലിവിംഗ് വേജ് ഞാൻ പറഞ്ഞിട്ടില്ല, ഇത്രയും വരെ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എല്ലാരും വായിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിവിംഗ് വേജ് ആണ്. നമ്മൾ മിനിമം വേജിനും ഏത് വേജിനും മിനിമം വേജിനും ഫെയർ വേജിനും എബോവ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, ഫിക്സ് ചെയ്യുന്ന വേജിനെയാണ് ലിവിംഗ് വേജ് പറയുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ലൈഫിന് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടിന് വേണ്ടിയിട്ട് വെച്ചാൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ ഡെയിലി നീഡ്സുകൾ മെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മെഡിക്കൽ എക്സ്പെൻസുകൾ മെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാനും കൂടെയുള്ള എമൗണ്ട് ഈ ലിവിംഗ് വേജിൽ ഉണ്ടാവും. നോക്കാം. It is the wage that provides some of the comforts of the life. നമ്മുടെ കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലിവിംഗ് വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. It provides certain amenities considering necessary for well-being of the workers. വർക്കേഴ്സിന്റെ വെൽബീയിങ്ങിന് ആവശ്യമുള്ള നെസസറീസ് ഏതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, ലിവിംഗ് വേജിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. According to Fair Wage Committee, the living wage should enable the male earners to provide for himself. ലിവിംഗ് വേജ് എന്ന് പറയുന്നത് ഇവിടെ മെയിൽ ഏണേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാര് അവർക്ക് ഹിംസെൽഫ് അവർക്ക് വേണ്ട പൈസ ആൻഡ് ഹിസ് ഫാമിലി അവരുടെ ഫാമിലീസിന് മിയർലി ബിയർ ദ എസെൻഷ്യൽസ് ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ട ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. ബട്ട് ഓൾസോ മെഷർ ദ വെൽ യൂസിങ് ഓൺലി ആസ് മച്ച് മണി ഓർ ഫുഡ് ആസ് നെസസറി. അവർക്ക് വേണ്ട അത്രയും, അവർക്ക് എന്തോരം ഫുഡും നെസസറീസും വേണം അത്രയും ഉള്ള എമൗണ്ടും. ദെൻ അവർക്ക് കംഫർട്ട് ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ ഫോർ ദർ ചിൽഡ്രൻസ്, കുട്ടികൾക്ക് വേണ്ട നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഫണ്ട്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇൽ ഹെൽത്ത്, നമ്മളുടെ പ്രായമായവരുണ്ടാവും അല്ലെ, ഡിപ്പെൻഡൻസ് ഉണ്ടാവും, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, റിക്വയർമെന്റ്സ് ഓഫ് എസെൻഷ്യൽ സോഷ്യൽ നീഡ്സ്, പിന്നെ അവരുടെ സോഷ്യൽ നീഡ്സ് കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ മെഷേഴ്സ് ഓഫ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ദ മോർ ഇമ്പോർട്ടൻറ്റ് മിസ്ഫോർച്യൂൺ ഇൻക്ലൂഡിങ് ഓൾഡ് ഏജ്. അപ്പൊ ലിവിംഗ് വേജ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എല്ലാ എമൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്.
അവർക്ക് വീട്ടിലേക്ക് അവർക്ക് വേണ്ട ഹിംസെൽഫ് സ്വയം ആവശ്യത്തിന് വേണ്ടുള്ള പൈസ, അതുകൂടാതെ ഫാമിലി മെമ്പേഴ്സിന് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അവർക്ക് എന്താ പറയുക ഇൽ ഹെൽത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് റിക്വയർമെന്റ്സ്, പിന്നെ സോഷ്യൽ നീഡ്സുകൾ പറ്റിയുള്ള കാര്യങ്ങൾ, അത് കൂടാതെ ഇൻഷുറൻസ്. ഈ ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പെൻഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും? ലിവിങ് വേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു സാലറിയുടെ പേഴ്സണെ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും എവിടെ കിട്ടുന്നത്? ലിവിങ് വേജിൽ കിട്ടുന്നത്. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ലിവിങ് വേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മൾ സാലറിയിലേക്ക് വരാണെങ്കിൽ, നമ്മള് സാലറി എന്ന് പറയുമ്പോൾ മന്ത്ലി പേ ചെയ്യുന്നതാണ് സാലറി. ചില അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുമ്പോൾ ജോബിന്റെ കേസിൽ ആനുവൽ സാലറി നമ്മൾ കാണാറുണ്ട് ഇല്ലേ? ആനുവൽ സാലറി ഓഫ് 2,40,000 എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് ആനുവലി ആണ്. നമുക്ക് 12 മാസവും കിട്ടുന്ന എമൗണ്ടിനെയാണ് ആനുവൽ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്ലി സാലറി കാണാറുണ്ട്. മന്ത്ലി സാലറി ഓഫ് 15,000 25,000 40,000 എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ നമുക്ക് സാലറി രണ്ട് രീതിയിൽ പറയാൻ പറ്റും. മന്ത്ലി ബേസിലും പറയാം, ആനുവൽ ബേസിലും പറയാൻ പറ്റും. നമുക്ക് നോക്കാം. The term salary refers to the remuneration paid to the employees. ഇത് നമ്മളെ സാലറി എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ആണ്, എംപ്ലോയീസിന് പേ ചെയ്യുന്ന റെമ്യൂണറേഷൻ ആണ്. അപ്പോയിന്റഡ് ഓൺ മന്ത്ലി ഓർ ആനുവൽ ബേസിസ്. ഏത് ബേസിലാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ബേസിസിലായിരിക്കും അവരെ അപ്പോയിന്റ് ചെയ്യുന്നത്. In return for the service rendered. ഇതിനു വേണ്ടിയിട്ട് അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് വേണ്ട റിട്ടേൺ. Thus it refers to monthly rate of pay. ഇത് എന്തിനെ റെഫേഴ്സ് ചെയ്യുന്നു? മന്ത്ലി. നമ്മൾ മന്ത്ലി അവർക്ക് എത്രയാണോ സാലറി കൊടുക്കുന്നത്. Irrepresentative of the number of hours put in by employee. അവർ എത്ര അവേഴ്സ് ഇവിടെ വർക്ക് ചെയ്തു എന്നായിരിക്കില്ല നമ്മൾ നോക്കുന്നത്. അവർ മന്ത്ലി ബേസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? സാലറി പേ ചെയ്യുന്നത്. ഇനി ടേക്ക് ഹോം സാലറി. ഞാൻ അതിന് മുമ്പ് രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ഗ്രോസ് സാലറി എന്ന് പറയും. നമുക്ക് മൊത്തമായിട്ട് കിട്ടുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറിനെയാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിഡക്ഷൻസ് വരാറുണ്ട്. നമുക്ക് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, EPF പോകുന്ന കോൺട്രിബ്യൂഷൻ കുറയ്ക്കാറുണ്ട്, ഡിഡക്ട് ചെയ്യാറുണ്ട്. LIC പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാറുണ്ട്. ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാറുണ്ട്. ആ ഡിഡക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് സാലറി എന്ന് പറയുന്നത്. ഇവിടെ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നു. നെറ്റ് സാലറിനെ തന്നെ ഒരു പറയുന്ന മറ്റൊരു പേരാണ് ടേക്ക് ഹോം സാലറി. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ഡിഡക്ഷനൊക്കെ മുമ്പുള്ള എമൗണ്ടിനെയാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നെങ്കിൽ, ഡിഡക്ഷൻസ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. ടേക്ക് ഹോം സാലറി, ഇറ്റ് ഈസ് ദ നെറ്റ് എമൗണ്ട് ഓഫ് സാലറി. ഇതാണ് നെറ്റ് എമൗണ്ട് ഓഫ് സാലറി ആണ്. റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ആഫ്റ്റർ മേക്കിംഗ് ഓൾ ദ ഡിഡക്ഷൻ. അപ്പൊ എംപ്ലോയിയുടെ കയ്യിലേക്ക് കിട്ടുന്ന സാലറി, ഈ ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചതിന് ശേഷം എംപ്ലോയിയുടെ കയ്യിലേക്ക് നേരിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് നെറ്റ് സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. ആഫ്റ്റർ മേക്കിംഗ് ഓൾ ഡിഡക്ഷൻസ് ടുവേർഡ്സ് ദ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് പേ ചെയ്തതിന് ശേഷം LIC പ്രീമിയം ആൻഡ് കോൺട്രിബ്യൂഷൻ ടു PF. എന്താണ് PF? പ്രൊവിഡന്റ് ഫണ്ട്. നിങ്ങൾക്ക് അറിയാലോ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് ഡിഡക്ട് ചെയ്തതിനു ശേഷം എംപ്ലോയിയുടെ കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് സാലറി അല്ലെങ്കിൽ ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ലിവിംഗ് വേജ് എന്നും എന്താണ് സാലറി, എന്താണ് ടേക്ക് ഹോം സാലറി, ഇത്ര ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയർനെസ് അലവൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് ആണ്. നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ്, നമുക്ക് ജീവിക്കാൻ വേണ്ടി വരുന്ന ചെലവുകളെയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചെലവിന് വേണ്ടി നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ DA എന്ന് പറയും. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ പറയാം ബേസിക് പേ പ്ലസ് ഇത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നു എന്നായിരിക്കും പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡിയർനെസ് അലവൻസ്. Under the Section 3 of the Minimum Wage Act, DA described as the cost of living allowance. അപ്പൊ Section 3 Minimum Wage Act പറയുന്നത് DA എന്താണ്? കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് ആണ്. നമുക്ക് ലിവിങ് അലവൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റ് ആണ്. It is given to protect real wage of the workers during inflation. ഇൻഫ്ലേഷൻ ഒക്കെ വരില്ലേ, പണപ്പെരുപ്പം, നമുക്ക് എക്സ്പെൻസുകൾ കൂടുന്ന സമയം, നമുക്ക് എന്താ പറയാ ഗുഡ്സിന്റെയും കാര്യങ്ങളുടെ ഒക്കെ വില കൂടുന്ന സമയം, സിറ്റുവേഷൻ വന്ന ആ ഒരു ഇൻഫ്ലേഷൻ സമയത്ത് ആണ് നമ്മൾ കൊടുക്കുന്നത് റിയൽ DA കുറച്ച് കൂടുതലായിരിക്കും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ it has become integral part of the wage system. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് ആണ് വേജ് സിസ്റ്റത്തിന്റെ. ഇന്റഗ്രൽ പാർട്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് എന്ത്? ഡിയർനെസ് അലവൻസ്. നമ്മൾ ഡിയർനെസ് അലവൻസ് നമ്മുടെ എംപ്ലോയീസിന് എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുള്ളതാണ്. ബേസിക് പേ പ്ലസ് അല്ലെങ്കിൽ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് DA കൊടുക്കാറുണ്ട് കേട്ടോ. DA കൂടാതെ നമ്മൾ മറ്റ് അലവൻസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റി കോമ്പൻസേഷൻ അലവൻസ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സിറ്റി ഇപ്പൊ എവിടെയാണ്? കൊച്ചിയാണ് വിചാരിക്കുക. ഞാൻ കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. സോ ഞാൻ വേറൊരു സിറ്റിയിലേക്ക് മാറണം. അപ്പൊ എനിക്ക് തരുന്ന ഒരു അലവൻസ് ആണ് സിറ്റി കോമ്പൻസേഷൻ അലവൻസ് എന്ന് പറയും. അതേപോലെ നമ്മുടെ എംപ്ലോയീസ് റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്, വാടക വീടുകളിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഹൗസ് റെന്റ് അലവൻസുകൾ കൊടുക്കും. എംപ്ലോയിക്ക് ഹൗസ് റെന്റ് അലവൻസുകൾ കൊടുക്കും. നമ്മൾ അതിന് HRA എന്ന് ഷോർട്ട് ആയിട്ട് പറയും, HRA. മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയർ നമുക്ക് തരുന്ന എമൗണ്ടിനെയാണ് മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഡിപ്പെൻഡന്റുകൾക്ക് കിട്ടും. ദെൻ എഡ്യൂക്കേഷൻ അലവൻസ്. നമുക്ക് കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷന് വേണ്ട അലവൻസുകൾ കൊടുക്കാറുണ്ട്. എംപ്ലോയർ കുട്ടികളുടെ, നമ്മുടെ എംപ്ലോയീസിന്റെ ചിൽഡ്രൻസിന് വേണ്ട അലവൻസുകൾ കൊടുക്കും. കൺവീനിയൻസ് അലവൻസ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കൺവീനിയൻസ് ചാർജ് അല്ലെങ്കിൽ അങ്ങനെ അലവൻസുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം കോമ്പൻസേഷൻ പാക്കേജിനോടൊപ്പം നമുക്ക് എംപ്ലോയിക്ക് കൊടുക്കുന്ന മറ്റ് അലവൻസുകളാണ്. എന്തെല്ലാമാണ് പറഞ്ഞത്? സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, medical allowance, education allowance, convenience allowance, etc. also forms the part of compensation package. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോമ്പൻസേഷൻ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡിയർനെസ് അലവൻസ് എന്താണ് നമ്മൾ നോക്കി? കോസ്റ്റ് ഓഫ് ലിവിങ് അലവൻസ് ആണ്. നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷന്റെ സമയത്ത് നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ കൂടും. ആ സമയത്ത് എംപ്ലോയീസിന് എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഡിയർനെസ് അലവൻസ് കൂടാതെ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന മറ്റ് അലവൻസുകൾ നമ്മൾ നോക്കി. സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, CCA, ഫുൾ ഫോം ഓഫ് CCA സിറ്റി കോമ്പൻസേഷൻ അലവൻസ്, HRA ഹൗസ് റെന്റ് അലവൻസ്, ഫുൾ ഫോം നോക്കട്ടോ. മെഡിക്കൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. പിന്നെ കൺവീനിയൻസ് അലവൻസ്,
ഇതെല്ലാം കോമ്പൻസേഷൻ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. However, inclusion of all these elements, ഈ അലവൻസുകൾ കൂടാതെ, in the compensation depends on the nature and the type of the job. അത് കൂടാതെ നമ്മുടെ നേച്ചറും ടൈപ്പും അനുസരിച്ച് കോമ്പൻസേഷൻസ് മറ്റ് കോമ്പൻസേഷനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Contents of the job, place of the job, terms and conditions of the appointment, capacity of the employer. ഇവർക്ക് മറ്റ് അലവൻസുകൾ കൊടുക്കാറുണ്ട്. എംപ്ലോയർ എന്ത് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിന് മറ്റ് അലവൻസുകൾ കൊടുക്കാറുണ്ട്. ജോബിന്റെ നേച്ചറും ടൈപ്സ് അനുസരിച്ച്, അതിന്റെ കണ്ടന്റ് അനുസരിച്ച്, പ്ലേസ് അനുസരിച്ച്. നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ അലവൻസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ കപ്പാസിറ്റി ഓഫ് ദ എംപ്ലോയർക്ക് എത്ര എമൗണ്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് മറ്റ് അലവൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണ് ഇൻസെന്റീവ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോകുന്ന റെമ്യൂണറേഷൻ ആണ് ഇൻസെന്റീവ്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി അവരുടെ എംപ്ലോയീസിന് എന്താ പറയാ, മോണിറ്ററി ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മോണിറ്ററി ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് ഇൻസെന്റീവ്. ബോണസുകൾ കൊടുക്കും അല്ലെ, ചില കമ്പനീസ് അവർക്ക് ഫെസ്റ്റിവൽ ബോണസുകൾ കൊടുക്കും, ഇൻസെന്റീവ്സ് കൊടുക്കും. ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഫെസ്റ്റിവൽ ബോണസ് കിട്ടൂല്ലേ ഗവൺമെന്റ് എംപ്ലോയീസിന്? ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ഫെസ്റ്റിവൽ ഓണാണ്. ഓണത്തിന് ബോണസ് കിട്ടൂലേ? ആർക്കും ഗവൺമെന്റ് എംപ്ലോയീസിനൊന്നും പരിചയമില്ല കേട്ടോ, ഒരു റിപ്ലൈ ഇല്ല. എന്നാൽ അവർക്ക് എനിക്ക് തോന്നുന്നു 2 months സാലറി ആണെന്ന് തോന്നുന്നു കിട്ടുന്നത്, ബോണസ് ഒക്കെ ആയിട്ട്. 2 months ആണോ 1 month ആണോ? ഇത്ര എമൗണ്ട് 5,000. ചില ഓരോ ജോബ് അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസെന്റീവ്സും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ റിവാർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ് ഈസ് എ റിവാർഡ് പെയ്ഡ് ഇൻ അഡീഷൻ ടു ദ വേജ്. നമ്മൾ വേജ് കൂടാതെ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ റിവാർഡിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. Whether monetary or not, that motivate or compensate an employee for performance above the standard. അതേപോലെ തന്നെ കോമ്പൻസേറ്റ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എബവ് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ അവർ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ബോണസ് കൊടുക്കും. എന്നുവെച്ചാല് ഇപ്പൊ 100 യൂണിറ്റ്സ് ആണ് അവരോട് എന്ത് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവർ ചിലപ്പോൾ 120 ചെയ്തിട്ടുണ്ടാവും. ദെൻ അവിടെ നമ്മൾ എക്സ്ട്രാ ബോണസും കാര്യങ്ങളും കൊടുക്കും. പേയ്മെന്റ് ഓഫ് ഇൻസെന്റീവ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി, സെയിൽസ്, പ്രോഫിറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത്? ഈ ഇൻസെന്റീവിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഇൻസെന്റീവ് ആയിട്ട് ആർക്ക് കൊടുക്കും? നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കും. നിങ്ങള് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ അല്ലെങ്കിൽ എംപ്ലോയീസ് ബോണസ് പേയ്മെന്റ് അല്ലെങ്കിൽ ബോണസ് പേയ്മെന്റ്, അങ്ങനെ ഒത്തിരി പ്ലാനുകൾ കമ്പനീസിനുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് ഒരു ചെറിയ പെർസെന്റേജ് ആണ് ആർക്ക് കൊടുക്കുന്നത്? അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അവരുടെ എംപ്ലോയീസിന് ചെറിയൊരു എമൗണ്ട് ഇൻസെന്റീവ് ആയിട്ട് കൊടുക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. ആൻഡ് പർച്ചേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എനി ഓഫ് എ വെറൈറ്റി ഓഫ് നോൺ വേജ് ഓർ സപ്ലിമെന്റൽ ബെനിഫിറ്റ്സ്. നമ്മൾ റെഗുലർ വേജ് കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് മറ്റു ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് സച്ച് എംപ്ലോയീസ് ബെനിഫിറ്റ്സ്. നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കേട്ടിട്ടുണ്ടാവില്ല. PF. നമ്മള് എംപ്ലോയറും എംപ്ലോയിയും ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യും? മന്ത്ലി ഈ PF-ലേക്ക് മാറ്റും. PF-ലേക്ക് എന്ത് ചെയ്യും? പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറ്റും. അറ്റ് ലാസ്റ്റ് നമ്മൾ എംപ്ലോയി റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഈ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള എമൗണ്ട് എന്ത് കിട്ടും? പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് എംപ്ലോയിക്ക് കിട്ടും. ഗ്രാറ്റുറ്റി കിട്ടും. ഗ്രാറ്റുറ്റി നമുക്ക് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് തന്നെയാണ് ഗ്രാറ്റുറ്റി. ഗ്രാറ്റുറ്റി നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ റിട്ടയർഡ് ആവുമ്പോൾ ഫുൾ ആയിട്ടൊരു എമൗണ്ട് ഗ്രാറ്റുറ്റി ആയിട്ട് കിട്ടും. മെഡിക്കൽ കെയർ, ഹോസ്പിറ്റലൈസേഷൻ. മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാലറിയിൽ തന്നെ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. ദെൻ ആ പൈസയൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ഹോസ്പിറ്റൽ എമർജൻസി കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ, ഹോസ്പിറ്റലൈസേഷൻ ഒക്കെ വരാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എംപ്ലോയർ അല്ലെങ്കിൽ ആ കമ്പനി, ഇൻഷുറൻസ് എടുത്ത കമ്പനി ആയിരിക്കും നമുക്ക് വേണ്ട ചെലവുകളും കാര്യങ്ങളും മെറ്റ് ചെയ്യുന്നത്.
ആക്സിഡന്റ് റിലീഫ്സ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട്. എല്ലാ കമ്പനീസിനും വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിക്കുകയാണ് വർക്ക് സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ഈ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന്, വർക്ക്മാൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യും. പെയ്ഡ് ഹോളിഡേസ് ഉണ്ട്. നമുക്ക് പെയ്ഡ് ഹോളിഡേസ് കിട്ടുന്ന വെച്ചാൽ നമ്മളിപ്പോ ലീവ് എടുക്കുകയാണെങ്കിൽ അതിനുള്ള സാലറി നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെയ്ഡ് ഹോളിഡേസ്. അപ്പൊ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോളിഡേ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പെയ്ഡ് ഹോളിഡേ എന്ന് പറയുമ്പോൾ വേറെ രീതിയിലും എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹോളിഡേ പാക്കേജ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ ചെലവിൽ നമ്മൾ ഹോളിഡേക്ക് ഒക്കെ വിടും, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ കമ്പനി എടുക്കും. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ടാവും, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. ദെൻ ലാസ്റ്റ് പെൻഷൻസ്. പെൻഷൻ കിട്ടില്ല നമുക്ക് മന്ത്ലി ആയിട്ട്, റിട്ടയർഡ് ആയിട്ട് കിട്ടില്ലേ. നമ്മൾ റിട്ടയർഡ് ആയതിനു ശേഷം മന്ത്ലി നമുക്ക് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, സാലറിയുടെ അത്ര വലിയ എമൗണ്ട് ആയിരിക്കില്ല, ചെറിയൊരു എമൗണ്ട് പെൻഷനായിട്ട് കിട്ടും. ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ ഉണ്ട്. അതേപോലെ മിക്ക ഓർഗനൈസേഷനിലും പെൻഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നാണ് നമ്മൾ നോക്കിയത്. നമ്മൾക്ക് റെഗുലർ വേജിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലിമെന്റ് ബെനിഫിറ്റ്സിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതില് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ കെയർ ആൻഡ് ഹോസ്പിറ്റലൈസേഷൻ ഫണ്ട്, ആക്സിഡന്റ് റിലീഫ്, പെയ്ഡ് ഹോളിഡേസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ്, പെൻഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പെർക്വിസിറ്റ്സ് ആണ്. നിങ്ങൾ ഈ പേരുകളൊക്കെ ആരെങ്കിലും കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അതും ടാക്സുകാര്, ബികോം എംകോം ഇൻകം ടാക്സ് പഠിച്ചവർക്ക് ഈ പേരുകളൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് മനസ്സിലാവും. കാരണം അവർ ഇതിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഗ്രാറ്റുവിറ്റി, അതേപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കാര്യങ്ങൾ, പെർക്വിസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഒരു വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് ജസ്റ്റ് തിയറീസ് മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. ഇനി ഇത് കൂടാതെ നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിന് ഇത് കൂടാതെ കൊടുക്കുന്ന മറ്റു എക്സ്പെൻസ് ആണ് പെർക്വിസിറ്റ്സ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. പെർക്വിസിറ്റ്സ് ഓൾസോ കോൾഡ് പെർക്സ്. പെർക്വിസിറ്റ്സ് നമ്മൾ മറ്റൊരു പേര് പറയുന്നു പെർക്സ് എന്നാണ്. ആർ ദ സ്പെഷ്യൽ ബെനിഫിറ്റ്സ് മെയ്ഡ് അവൈലബിൾ ഓൺലി ടു ദ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്ന ഒരു എന്താ പറയാ സ്പെഷ്യൽ ബെനിഫിറ്റ്സുകളെയാണ് നമ്മൾ പെർക്സ് എന്ന് പറയുന്നത്. ദീസ് മേ ഇൻക്ലൂഡ്, ചിലപ്പോൾ കമ്പനിയുടെ കാറ് പ്രൊവൈഡ് ചെയ്യും, ഫർണിഷ്ഡ് ഹൗസ്, നമ്മൾ പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, ക്ലബ് മെമ്പർഷിപ്പ്, പെയ്ഡ് ഹോളിഡേസ് കാര്യങ്ങളൊക്കെ നമ്മൾ ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് പ്രൊവൈഡ് ചെയ്യും. കമ്പനീസ് കാർ എന്ന് പറയുമ്പോൾ മേ ബി ഒഫീഷ്യൽ പർപ്പസ് പ്ലസ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി തന്നെ എന്ത് ചെയ്യും, കാർ അലൗ ചെയ്യും. ഇൻക്ലൂഡിങ് ചിലപ്പോൾ ഡ്രൈവറിനെ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാറ് കൊടുക്കുന്നത്. നമ്മള് ഹൈക്കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, അവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഈ കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫർണിഷ്ഡ് ഹൗസ്, ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസ് നമ്മളുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യും. സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഷെയർസ് ഒക്കെ എന്ത് ചെയ്യുന്ന പുറത്ത് കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഷെയർസ് ഒക്കെ കമ്പനി എന്ത് ചെയ്യുമ്പോൾ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ വെക്കും. എംപ്ലോയീസിൽ ആർക്കെങ്കിലും ഷെയർസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട്, അതിനെയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം എന്ന് പറയുന്നത്. ക്ലബ് മെമ്പർഷിപ്പ്, നമ്മൾ ചില ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന ക്ലബുകളിൽ നമുക്ക് മെമ്പർഷിപ്പ് അവര് എടുത്തു തരും. പെയ്ഡ് ഹോളിഡേസ്, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പെയ്ഡ് ഹോളിഡേസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഹോളിഡേ ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ അവരായിരിക്കും അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, പെർക്വിസിറ്റ്സിൽ വരുന്നത്. മെയിൻലി നമ്മൾ കമ്പോണൻസ് ഓഫ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മളതില് ഫസ്റ്റ് വേജ് ഒരു സാലറി നോക്കി, വേജ് എത്ര ടൈപ്പ് ഉണ്ട് നോക്കി, മിനിമം ഫെയർ, ലിവിംഗ് വേജ്, ദെൻ സാലറി നോക്കി, അതായത് ഗ്രോസ് സാലറി എന്താണ്, ടേക്ക് ഹോം സാലറി ഓർ നെറ്റ് സാലറി എന്താന്ന് നോക്കി, DA എന്താന്ന് നോക്കി, മറ്റ് അലവൻസ് CCA, HRA, മെഡിക്കൽ അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ്, കൺവീനിയൻസ് അലവൻസ് കാര്യങ്ങൾ നമ്മൾ നോക്കി. ദെൻ ഇൻസെന്റീവ് നോക്കി. ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച്, സെയിൽസും പ്രോഫിറ്റും കൂടുന്നതിനനുസരിച്ച് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന എക്സ്ട്രാ റിവാർഡിനെയാണ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നോക്കി. നോൺ വേജ് ഐറ്റം ആണ്
നമ്മള് എന്നുവെച്ചാല് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന വേജ് കൂടാതെ റെഗുലർ വേജ് കൂടാതെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കി ലാസ്റ്റ് പെർക്സ് എന്താണെന്ന് കൂടി നോക്കി. ഇത്രയും കാര്യങ്ങൾ ടോട്ടലി ഒന്ന് റീഡ് ചെയ്തേ. ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഇൻസെന്റീവ് മുതൽ അല്ല ഡിയർനെസ് അലവൻസ് മുതൽ പെർക്സ് വരെയും വേഗം ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? കമ്പോണൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ബെനിഫിറ്റ്സ് പെർക്വിസിറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മളുടെ എക്സാമിൽ തന്നെ വേറെ ഇത് നമ്മള് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷൻ ആണ്. കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കോമ്പൻസേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും മറ്റൊന്ന് ഇന്റേണൽ ഫാക്ടേഴ്സും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പുറത്ത് നമുക്ക് ബിയോണ്ട് കൺട്രോൾ, കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ ഇന്റേണലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ റെമ്യൂണറേഷൻ പാക്കേജിനെ, റെമ്യൂണറേഷൻ പേയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണ് എന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സിനെ, നമുക്ക് ബിയോണ്ട് കൺട്രോൾ ആണ്, കമ്പനിയുടെ കൺട്രോളിന് ബിയോണ്ട് ആണ് എന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ അകത്തുള്ള ഫാക്ടേഴ്സ് ആണ്, അവരെ നമുക്ക് കമ്പനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. According to Jane, the number of factors influence the remuneration payable to the employee. അപ്പോ ജെയിൻ പറയുന്നത് ഒരുപാട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒരു എംപ്ലോയീസിന് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ റെമ്യൂണറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. They can be categorized into, നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. External and internal factor, external factor and internal factor. നമുക്കതിൽ എക്സ്റ്റേണൽ ഫാക്ടർ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. എക്സ്റ്റേണൽ ഫാക്ടറിൽ ആദ്യം വരുന്നത് ലേബർ മാർക്കറ്റ് ആണ്. നമ്മളുടെ കൺട്രിയിൽ എങ്ങനെയാണ് ലേബറിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ്,
ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണ്, ജീവിക്കാൻ വേണ്ട ഒരു എമൗണ്ട്, ലിവിങ് കോസ്റ്റ്, ലിവിങ് എക്സ്പെൻസ് എത്രയാണ്. ലേബർ യൂണിയൻ നമുക്കറിയാം, മിക്ക ഓർഗനൈസേഷനിലും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണൈസ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സെപ്പറേറ്റ് യൂണിയൻസ് ഉണ്ടാവും. ഓരോ സെഷൻസ് മിക്ക ഓർഗനൈസേഷനിലും ലേബർ യൂണിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്താണെങ്കിൽ എല്ലാ ഓർഗനൈസേഷനും എല്ലാവരും മിക്ക കമ്പനികളിലും എന്തുണ്ട്, ലേബർ യൂണിയൻസ് ഉണ്ട്. ലേബർ യൂണിയന്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ എന്തുണ്ട്, കോമ്പൻസേഷൻ പാക്കേജിലുണ്ട്. യൂണിയൻ ഇൻഫ്ലുവൻസ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ, ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ ഡിസിഷനിൽ ലേബർ യൂണിയൻസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ എന്താണ് നമ്മുടെ രാജ്യത്ത് ലേബർ ലോസുകൾ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും അതിൻ്റെതായ ലേബർ ലോകളുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സൊസൈറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മള് എക്കണോമി, നമ്മളുടെ എക്കണോമിയില് ഏത് പൊസിഷനിലാണ് ഏതുള്ളത്, നമ്മുടെ കമ്പനി ഉള്ളത്, അതേപോലെ തന്നെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്റേണൽ ഫാക്ടറിലേക്ക് വരാണെങ്കിൽ നമ്മൾ കമ്പനിയുടെ ബിസിനസ് സ്ട്രാറ്റജി എങ്ങനെയാണ്, അതേപോലെ പെർഫോമൻസ് അപ്രൈസൽ, ഒരു എംപ്ലോയീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, ബെറ്റർ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കോമ്പൻസേഷൻ പാക്കേജിനെ. ഇതില് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കോമ്പൻസേഷനുള്ള ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. Following are the external factors which influence compensation. Compensation management അല്ലെങ്കിൽ compensation remuneration influence ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ നമ്മൾ പറയുന്നത് ലേബർ മാർക്കറ്റ് ആണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമുക്ക് ലേബർ ഡിമാൻഡ് എന്ന് പറയാറുണ്ട് അല്ലെ. ലേബർ ഡിമാൻഡ് ലേബർ ഡിമാൻഡ് കൂടുതലാണ്, ബട്ട് ലേബർ സപ്ലൈ കുറവാണ്. എംപ്ലോയീസിന് ജോബ് വേക്കൻസീസ് എന്താണ് കൂടുതലുണ്ട്, പക്ഷെ എംപ്ലോയീസ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സാലറി അല്ലെങ്കിൽ വേജ് എന്ത് ചെയ്യും, കൂടും. എംപ്ലോയീസ് ജോബുകൾ ഒരുപാടുണ്ട്, പക്ഷെ എന്താണ് വർക്കേഴ്സ് കുറവാണ്. സോ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ വരും. അവിടെ വർക്കേഴ്സ് മാർക്കറ്റിൽ എന്തൊരു കോമ്പറ്റീഷൻ വരും, വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വരും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടത് വരും, നമുക്ക് കൂടുതൽ സാലറി കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ലേബർ ഇൻഫ്ലുവൻസ് ദ ഫിക്സേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി. നമ്മൾ സാലറിയുടെ ഫിക്സേഷന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ദെൻ ലേബർ സപ്ലൈ എന്ന് വെച്ചാല് നമുക്ക് ലഭ്യമാകുന്ന വർക്കേഴ്സിന്റെ എണ്ണമാണ്. നമ്മൾക്ക് എത്ര വർക്കേഴ്സ് ഈ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നതാണ് ലേബർ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത്. ലേബർ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സ്, നമ്മുടെ കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് വേണം ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നതാണ് എന്ത് പറയുന്നത്, ലേബർ ഡിമാൻഡ് എന്ന് പറയുന്നത്. ലേബർ ഡിമാൻഡ് എന്താണ്, ലേബർ സപ്ലൈ എന്താണെന്ന് മനസ്സിലായോ? ലേബർ ഡിമാൻഡ് നമ്മൾക്ക് വേണ്ട എത്ര നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് ആവശ്യമാണ്. ലേബർ സപ്ലൈ നമ്മൾ എത്ര നമ്പേഴ്സ് വർക്കേഴ്സ് അവൈലബിൾ ആണ് വർക്ക് ചെയ്യാനായിട്ട്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കോമ്പൻസേഷൻ പാക്കേജ് ഫിക്സ് ചെയ്യുമ്പോൾ. A lower wage was fixed when the labor demands were less than the labor supply. നമ്മൾ ലോവർ വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത് എപ്പോഴാണ്, ലേബർ ഡിമാൻഡ് കുറവാണ്, നമുക്ക് ഡിമാൻഡ് വർക്കേഴ്സിന്റെ ഡിമാൻഡ് കുറവാണ്, ലേബർ സപ്ലൈ എങ്ങനെയാണ്, കൂടുതലായിട്ട് വർക്കേഴ്സ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ്, വർക്കേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും, ബട്ട് ജോബുകളുടെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ലോവർ വേജ് നമ്മൾ ഫിക്സ് ചെയ്യുള്ളൂ. കാരണം നമ്മൾ ലോവർ വേജ് ഫിക്സ് ചെയ്താലും ജോലി ചെയ്യാൻ ആരുണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും. സോ കമ്പനി എന്ത് ചെയ്യുള്ളൂ, മിനിമം വേജ് അല്ലെങ്കിൽ ലോവർ വേജ് എന്ത് ചെയ്യുള്ളൂ, ഫിക്സ് ചെയ്യുള്ളൂ. ഹയർ വേജ് will be have to be paid when the labor demand more than the labor supply. It happens as in the case of skilled laborers. അപ്പോ ഹയർ വേജ് എപ്പോഴാണ് പേ ചെയ്യുന്നത്, ലേബർ ഡിമാൻഡ് മോർ ആണ്, ലേബേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ്, പക്ഷെ ലേബർ സപ്ലൈ എങ്ങനെയാണ്, കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, മിക്ക കേസും സ്കിൽഡ് ലേബേഴ്സിന്റെ കേസിലാണ് അങ്ങനെ വരുന്നത്.
അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ ഹയർ വേജ് നമ്മൾ ഫിക്സ് ചെയ്താൽ മാത്രമേ നമ്മളുടെ കമ്പനിയിലേക്ക് ആര് വരുള്ളൂ, എംപ്ലോയീസ് വരുള്ളൂ. അപ്പോ നമ്മൾ നോക്കാം, ലോ വേജ് എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എംപ്ലോയീസ് കൂടുതലും ജോബുകൾ കുറവും വരുമ്പോഴാണ് ലോ വേജ് റേറ്റ് പേ ചെയ്യുന്നത്. എംപ്ലോയീസ് കുറവും ജോബ് കൂടുതലും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൈ വേജ് പേ ചെയ്യും. ലോ വേജ് ഇപ്പൊ നമ്മൾ ഇന്ത്യ പോലൊരു രാജ്യം കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലോവർ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. കാരണം നമുക്ക് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. നമ്മളുടെ മാർക്കറ്റിലൊക്കെ എംപ്ലോയ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. കമ്പനി അല്ലെങ്കിൽ എംപ്ലോയേഴ്സിനൊക്കെ ഭയങ്കര ഇതാണ്, എന്താ പറയാ, ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക. കാരണം എന്താണ്, നീ പോയി കഴിഞ്ഞാൽ നിന്റെ അതേ സാലറിയിൽ വർക്ക് ചെയ്യാനായിട്ട് 100 പേര് എനിക്ക് കിട്ടും എന്നൊക്കെ പറയും. അപ്പൊ അതെന്താണ്, ഇവിടെ നമുക്ക് ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്, പക്ഷെ ജോബുകൾ കുറവാണ്. സോ ലോവർ വേജ് റേറ്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇനി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോബിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഹയർ വേജ് റേറ്റ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യും. കാരണം എന്താണ്, അവിടെ വർക്കേഴ്സിന്റെ എണ്ണം കുറവാണ്. വർക്കേഴ്സ് ആ വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള വർക്കേഴ്സ് കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, നമ്മള് എന്ത് ചെയ്യും, ഹൈ വേജ് റേറ്റ് ഫിക്സ് ചെയ്യും. എന്നാൽ മാത്രമേ നമ്മുടെ കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുള്ളൂ. ദെൻ ഞാൻ കാര്യം പറയാം, നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ ലോവർ വേജ് റേറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കാനഡ, അതേപോലെ തന്നെ UK പോലത്തെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നെതർലാൻഡ്, കാനഡ, ഓസ്ട്രേലിയ ആ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് സാലറി അവിടെ കൂടുതലാണ്. അവിടെ എന്താ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറി കൊടുത്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആരില്ല, എംപ്ലോയീസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ രാജ്യത്തിൽ നിന്നൊക്കെ മിക്ക ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്തിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ അവിടെ വർക്കേഴ്സിന്റെ എണ്ണം കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മൈഗ്രേഷനും കാര്യങ്ങളും നടക്കുന്നത്. അവിടെ ലേബർ ഡിമാൻഡ് മോർ ദാൻ ദ ലേബർ സപ്ലൈ, അവിടെ ഉള്ള എംപ്ലോയീസിനേക്കാളും കൂടുതൽ ലേബർ ഡിമാൻഡ് ഉണ്ട്, വർക്കേഴ്സിന് അവിടെ ആവശ്യമാണ്. അങ്ങനെയാണ് അവിടേക്ക് മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. A parastomical situation is prevailing in our country with excessive unemployment is being juxtaposed with the shortage of skilled laborers. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബേഴ്സ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. ദെൻ ചില കൺട്രീസിൽ എന്താണ്, സ്കിൽഡ് ആയിട്ട് വർക്കേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് പോകും. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പണ്ട് നമ്മളുടെ എന്താ പറയാ, ഡെയിലി വേജിന് എംപ്ലോയീസ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു, അല്ലെ? കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഡെയിലി വേജസിന് വരുന്ന ആൾക്കാർ. ഡെയിലി വേജ് ഇപ്പോ എന്താ പറയാ, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർ. ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് കൂലിപ്പണിക്ക് മലയാളികൾ അധികം പേരും പോകുന്നില്ല, അല്ലെ? മിക്കവരും സാലറിഡ് വൈറ്റ് കോളർ ജോബിനാണ് പോകുന്നത്, ബ്ലൂ കോളർ ജോബുകൾ ഉപേക്ഷിച്ചു. സോ ഇവിടേക്ക് നമ്മുടെ കേരളത്തിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പുറം നാടുകളിൽ നിന്ന്, ആദ്യം എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെയായിരുന്നു ആൾക്കാർ വന്നിരുന്നത്. ഇപ്പൊ ബംഗാളിൽ നിന്ന് ആൾക്കാർ വരുന്നു. കൂടുതലായിട്ട് ഇപ്പൊ മലയാളികൾ ഏതാണ്, അവരിവിടെ സെറ്റിലായി. കാരണം അവർക്ക് ഇതൊരു എന്താ പറയാ, ഗൾഫ് പോലെയാണ് ഇപ്പൊ കേരളം. അവർക്ക് ആവശ്യത്തിനുള്ള സാലറിയും കാര്യങ്ങളും, എഡ്യൂക്കേഷൻ ഫ്രീ ആണ് കുട്ടികൾക്ക്. അപ്പൊ ഇവരെന്താണ്, ഇവിടെ വന്ന് സെറ്റിൽ ആവാണ്. ജസ്റ്റ് നമ്മൾ ന്യൂസിലേക്ക് കാണാറുണ്ട്, ബംഗാളി അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാള് കേരളത്തില് വീട് വെച്ചു താമസം ആയി എന്നൊക്കെ പറഞ്ഞ ന്യൂസുകളൊക്കെ കാണാറുണ്ട്. സോ എന്താണ്, നമുക്ക് ഇവിടെ ഏത് ജോബിനാണോ ലേബർ ഡിമാൻഡ് ഉള്ളത്, അത് ലേബർ സപ്ലൈ നോക്കിയിട്ടാണ് അവിടെ വേജസ് ഫിക്സ് ചെയ്യുന്നത്. ലേബർ ഡിമാൻഡ് ഇപ്പോ ഇതേപോലത്തെ കൃഷി അല്ലെങ്കിൽ ഫാമിംഗ് ജോബുകൾക്കൊക്കെ എന്താണ്, ലേബർ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോ മാക്സിമം എന്താ പറയാ, അവർക്ക് വേജസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാക്സിമം വേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ രാജ്യത്ത് നിന്നൊക്കെ എന്താണ്, നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് കേട്ടിട്ടുണ്ടോ? BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിലെ വർക്കുകൾ നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അക്കൗണ്ട്സ് വർക്ക് ആവാം, അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് ചെയ്തു കൊടുക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലേബർ സപ്ലൈ കൂടുതലാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ലേബർ സപ്ലൈ ലേബേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷെ അവരുടെ രാജ്യത്ത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ വ്യത്യസ്ത സാലറിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ ഇന്ത്യയിൽ വ്യത്യസ്ത സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ടില്ല, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടില്ല. സോ അവർക്ക് കുറച്ചും കൂടി ഇത് എന്താണ് കംഫർട്ടബിൾ ആണ് ഇത് ഔട്ട്സോഴ്സിങ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഒരു എംപ്ലോയിക്ക് ഒരു മാസം കൊടുക്കുന്ന സാലറി ആയിരിക്കും നമ്മൾ ഇന്ത്യയിൽ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ ഒരു 5 എംപ്ലോയീസിന് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത് ബെനിഫിറ്റ്സ് ആണ്. 5 പേരെ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ലേബർ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് വർക്കേഴ്സ് ലേബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോമ്പൻസേഷൻ പാക്കേജിനെ കോമ്പൻസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് ലേബർ ഡിമാൻഡ് കുറവും ലേബർ സപ്ലൈ കൂടുതലുമാണെങ്കിൽ ലോവർ വേജും, ലേബർ ഡിമാൻഡ് കൂടുതലും ലേബർ സപ്ലൈ കുറവാണെങ്കിൽ ഹയർ വേജ് ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഒന്ന് ലേബർ മാർക്കറ്റ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? ഓക്കെ, ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് നാളെ റീഡ് ചെയ്യാം കേട്ടോ. നാളെ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ നോക്കിയിട്ട് വരാം. ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നാളെ നോക്കിയിട്ട് വരാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.